ഹേയ് ഗടികളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ധ്യാൻ ദിവിച്ച്. ഇന്ന് നമ്മൾ ഡെഡ്പൂൾ വേഴ്സസ് വൂൾവറിൻ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ രായൻ്റെ റിവ്യൂ കൊണ്ടുവരാണെങ്കിൽ അറിയാം, അതിൻ്റെ അവസാനം പറഞ്ഞായിരുന്നു നാളെ നമ്മൾ ഡെഡ്പൂളിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നത്. ഇതാകേശ് ഞാൻ വന്നിരിക്കുകയാണ് ഡെഡ്പൂൾ സിനിമയുടെ റിവ്യൂമായിട്ട്. അതിനു മുന്നേ ഡെഡ്പൂൾ കണ്ടിറങ്ങിയ ആ ഒരു ആവേശത്തിൽ ഞങ്ങൾ എടുത്തൊരു വീഡിയോ കാണിക്കാൻ പോവാണ്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പോയോ. നമ്മൾ നമ്മുടെ ഡെഡ്പൂൾ വേഴ്സസ് വൂൾവറിൻ്റെ അഭിപ്രായം ചോദിക്കാൻ വന്നത്. ആ മേറാമ എങ്ങനെ ഉണ്ടായി? ഈ സാധനം അടിപൊളി പാടാണെന്നാണ് എല്ലാവരും പറയുന്നത്. എല്ലാവരും വന്ന് കണ്ടോക്കുക. എൻ്റെ പേഴ്സണൽ റിവ്യൂ എത്രയും വേഗം വരുന്നതാണ്. നിങ്ങളത് കണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി എൻ്റെ പേഴ്സണൽ GTA റിവ്യൂയിലോട്ട് പോകാം. സോ ഗൈസ്, നമ്മുടെ മാർവലിലെ കുറച്ച് നാളായിട്ടുള്ള അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നല്ല ശോകാവസ്ഥയിലൂടെയാണ് പോയിരുന്നത്. ഇടയിൽ കുറച്ച് നല്ല സാധനങ്ങൾ ലോക്കി ആയാലും ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി ആയാലും ഒക്കെ ഇറങ്ങിയെന്നല്ലാതെ ബാക്കിയൊക്കെ ശോകമായിരുന്നു. എല്ലാത്തിനും പെൺപിള്ളേരെ കൊണ്ടുവന്ന് ഞാനിത് ഇതാക്കുന്നല്ല, എല്ലാവർക്കും അതിൻ്റേതായ സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. ബട്ട് അത് വിട്ട് മാർവലൊന്ന് പുറത്തോട്ട് ചിന്തിച്ച് ഭയങ്കര കൊള്ളാം. അതായത് എല്ലാവരും തോറിലായാലും ഇപ്പോൾ 1-2 സിനിമയിൽ അത് കാണിച്ചു എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് ഒന്നുകൂടി നല്ല രീതിയിൽ കാണിക്കുമ്പോഴായാലും കുറച്ചും കൂടി ബെറ്ററായിട്ട് നല്ല സ്റ്റോറിയിൽ കാണിക്കുമ്പോഴായാലും നന്നായിട്ട് തന്നെ വരും. ആ ഒരു കാര്യം തന്നെ ഇതിൽ ആവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇതിൽ വില്ലൻ ഡെഡ്പൂൾ 3 വില്ലൻ ആള് വേഷം ചെയ്തതൊക്കെ നന്നായിട്ടുണ്ട്. ബട്ട് ഇത് ഈ സിനിമയിൽ ആകെ ഒരു പോരായ്മയായിട്ട് തോന്നിയത് ആളെയാണ്. ആളുടെ പവർ കാണിച്ചതും ഒക്കെ നൈസായിരുന്നു. ബട്ട് ആ ഒരു ഇത് മാത്രം മൺബോറായിരുന്നു. ഞാൻ തുടങ്ങിയത് തന്നെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞുകൊണ്ടാണെന്ന് അറിയാം. എന്നാലും ഇനി പടത്തിനെ പറ്റിയിട്ടുള്ള പോസിറ്റീവ് പറയാം. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നെഗറ്റീവായിട്ട് പറയാൻ. ബാക്കി മൊത്തം എൻ്റെ പൊന്നെ എല്ലാവരും അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഡെഡ്പൂളായാലും വൂൾവറിനായാലും അമേസിങ്. നമ്മൾ കുറച്ചധികം സിനിമകൾ കാണണം എല്ലാവരും. എന്നാലും മെയിൻലി കണ്ടിരിക്കേണ്ട സിനിമകൾ ഡെഡ്പൂൾ പാർട്ട് 1 and 2 ആണ്, അറിയാമല്ലോ. പിന്നെ വൂൾവറിൻ്റെ പടങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് കണക്റ്റ് ആവണമെങ്കിൽ ആ സിനിമകളൊക്കെ നമ്മൾ കണ്ടിരിക്കണം. അല്ലെങ്കിൽ പൊട്ടം വെടിക്കെട്ട് കണ്ട പോലെ ഇരിക്കും, അറിയാലോ. അപ്പോൾ അങ്ങനെയാണ് പരിപാടി. അപ്പോൾ നിങ്ങൾ ഒരു 130 രൂപ കൊടുത്തിട്ട് പിന്നെ 3D ഗ്ലാസ്സിന് ചെറിയ പൈസയും കൂടി കൊടുക്കണം. അത് കൊടുത്ത് ഈ പടം കാണണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും പോവില്ല. അതാണ് ഈ പടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം അത്രയ്ക്കുള്ള മേക്കിംഗ് ആണ്. പിന്നെ ഒരു മെയിൻലൊരു കാര്യം എടുത്ത് പറയേണ്ടത്, ലോലഹൃദയന്മാർ കാണരുത്. റേറ്റഡ് മൂവിയാണ്. ഇപ്പോൾ നമുക്ക് 16 വയസ്സ് 17 വയസ്സൊക്കെ ആയവരാണ് കണ്ടത്. അത്ര കുഴപ്പമൊന്നുമില്ല. അതൊരു 15 വയസ്സിന് മേലുള്ളവരൊക്കെ തിയേറ്ററുകാർ വലിയ കുഴപ്പമില്ലാതെ തന്നെ കയറ്റും. ഈവൻ ഇഫ് രായൻ എന്ന് പറയുന്ന സിനിമയായാലും ഒക്കെ അഡൾട്ട് മൂവീസാണ്. എന്നാലും മിക്ക തിയേറ്ററുകാരും ഒരു 15 വയസ്സ് കഴിഞ്ഞവർ തൊട്ട് കയറ്റുന്നതാണ്. ഇനി അതിന് നിയമപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സോ നമ്മൾ പറഞ്ഞു തരുന്നത് ഡെഡ്പൂൾ കണ്ട കാര്യമാണ്, നമുക്കത് പറഞ്ഞാൽ മതി. എന്നാലും ഇത് വെറുതെ പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾ പൈസ കൊടുത്ത് കാണുകയാണെങ്കിൽ നിങ്ങളെ ഒട്ടും നിരാശപ്പെടുത്താത്തൊരു സിനിമയാണ്. ഈവൻ ഇഫ് ഇറ്റ് കോമഡി സിനിമ, അതായത് മാർവലിലെ ഞാൻ പറയുന്നു ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിക്കൊക്കെ ശേഷം നല്ലൊരു കോമഡി മിക്സായ ഒരു കിഡിലൻ സിനിമ തന്നെയാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ മാത്രം ഒരുമാതിരി ഒരു സ്റ്റോറി ഫില്ലാവാത്ത പോലത്തെ ഒരു ഫീൽ എനിക്ക് കിട്ടി. എന്താണെന്നറിയില്ല, ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു സ്റ്റോറി പോലെ എനിക്ക് തോന്നി. ബട്ട് അവരുടെ ആക്ടേഴ്സിൻ്റെ പ്രകടനവും നമ്മുടെ ക്യാമിയോസിൻ്റെ ബലവും ഒക്കെ കാരണം നമുക്ക് ഇതൊന്നും ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് വാസ്തവം. സോ നിങ്ങൾ ഡെഡ്പൂൾ വേഴ്സസ് വൂൾവറിൻ എന്ന് പറയുന്ന സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അധികം സ്പോയിലൊന്നും ചെയ്യേണ്ടതാണ് ഈ റിവ്യൂ ഇട്ടിരിക്കുന്നത്. സോ സ്പോയിലേഴ്സൊന്നും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താതിരിക്കുക. നിങ്ങൾക്ക് ഞാൻ ഇനി റിവ്യൂവിൽ വേറെ എന്ത് സിനിമയാണ് വേണ്ടതെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അൺടിൽ ദെൻ ഇറ്റ്സ് യുവർ ധ്യാൻ ദിവിച്ച് സൈനിങ് ഓഫ്. ബൈ.